സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആര്? ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി. അയിത്തം നിരോധിച്ച ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 17. പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഭേദഗതി 73-ാം ഭേദഗതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ 21A. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുവാനുള്ള റിട്ട്, ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂൾ അംഗീകൃത ഔദ്യോഗിക ഭാഷകളാണ്. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂൾ അംഗീകൃത ഔദ്യോഗിക ഭാഷകൾ. ധനകാര്യ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 360. ധനകാര്യ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 360. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകൻ അഡ്വക്കേറ്റ് ജനറൽ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 മാറ്റിയ ഭേദഗതി 61-ാം ഭേദഗതി. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച്, അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നത്? 7-ാം ഷെഡ്യൂളിലാണ്. ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ. സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓക്സാനോമീറ്റർ ആണ് സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആര്? ബന്ധപ്പെട്ട വാർഡ് മെമ്പറാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഗ്രാമസഭയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ദേശീയ പതാകയുടെ രൂപകൽപ്പന നിർവഹിച്ചത് ആര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡൽഹൌസി പ്രഭുവാണ്. 1853 മുംബൈ താനെ ആദ്യ ട്രെയിൻ ഓടിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഡൽഹൌസി പ്രഭു 1853 മുംബൈ ടു താനെ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമേതാണ്? ചെമ്പ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആര്? ഏണസ്റ്റ് റൂദർഫോർഡ്. സൗരയൂഥ മാതൃക ഏണസ്റ്റ് റൂദർഫോർഡ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? കോൺവെക്സ് മിറർ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 226 പ്രകാരമാണ് ഹൈക്കോടതികളെ സമീപിക്കാവുന്നത്. മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ച തീയതി? 1930 മാർച്ച് 12. 1804 ജോൺ വാരൻ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ കർണാടകയിലെ പ്രദേശം ഏത്? ഉറികമാണ്. 1804 ജോൺ വാരൻ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ കർണാടകയിലെ പ്രദേശം ഉറികം. ഇന്ത്യയിലെ ആദ്യത്തെ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിലുള്ള വിമാനത്താവളം ഏത്? കൊച്ചിയാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ വിമാനത്താവളം. മുംബൈ ഹൈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏതാണ്? മുംബൈ ഹൈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ONGC ആണ്. ONGC. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച വർഷം ഏതാണ്? 2015 ആണ്. 2015. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? 17 ആണ്. 17.
ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആര്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള പോയിന്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ. റിക്ടർ സ്കെയിൽ എന്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നു? റിക്ടർ സ്കെയിൽ ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നു. റിക്ടർ സ്കെയിൽ. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? എൻ്റെ കഥ എന്നത് മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവ. ഭാരതീയ റിസർവ് ബാങ്ക് രൂപീകൃതമായ വർഷം 1935 ഏപ്രിൽ 1. 1935 ഏപ്രിൽ 1. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതും കോശത്തിന് ദൃഢത നൽകുന്നതുമായ ഭാഗം ഏത്? കോശഭിത്തിയാണ്. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതും കോശത്തിന് ദൃഢത നൽകുന്നതുമായ ഭാഗമാണ് കോശഭിത്തി. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സി, ബി, സി എന്നിവ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത്? ഏറ്റവും ചെറുത് ഓസ്ട്രേലിയ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ബാരോമീറ്റർ. പുരാതന തമിഴകത്തെ ഭൂമിശാസ്ത്രപരമായ 5 തിണകൾ ഏതെല്ലാം? കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. പുരാതന തമിഴകത്തെ ഭൂമിശാസ്ത്രപരമായ 5 തിണകളാണ് കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. കേരളത്തിലെ പ്രധാന മുനിയറകൾ കാണപ്പെടുന്ന സ്ഥലം? മുനിയറകൾ കാണപ്പെടുന്നത് മറയൂരാണ്. ഇടുക്കി ജില്ലയിലെ മറയൂരാണ് മുനിയറകൾ കാണപ്പെടുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയാത്ത മാധ്യമം ഏത്? ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയാത്ത മാധ്യമം ശൂന്യതയാണ്. വാക്കത്തിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ സാധ്യമല്ല. കുതിരശക്തി എന്നത് എത്ര വാട്ടാണ്? കുതിരശക്തി എന്നത് 746 വാട്ടാണ്. 746 വാട്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല നിരോധിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 24 പ്രകാരമാണ്. ആർട്ടിക്കിൾ 24. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിലാണ്. 1885. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കേറ്റു, മൗണ്ട് കേറ്റു ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. മൗണ്ട് കേറ്റു അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന സമ്മേളനം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് പിളർന്ന സമ്മേളനം 1907 സൂറത്ത് സമ്മേളനമാണ്. 1907 സൂറത്ത് സമ്മേളനം. മനുഷ്യ ശരീരത്തിൽ ഏത് ദഹനരസത്തിലാണ് എൻസൈമുകൾ അടങ്ങിയിട്ടില്ലാത്തത്? എൻസൈമുകൾ അടങ്ങിയിട്ടില്ലാത്തത് ഏത് ദഹനരസത്തിലാണ്? പിത്തരസത്തിലാണ്. പിത്തരസത്തിലാണ് എൻസൈമുകൾ അടങ്ങിയിട്ടില്ലാത്തത്. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22. മനുഷ്യ ശരീരത്തിലെ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള രോഗം ഏത്? രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ്. പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം? പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് നടപ്പാക്കിയത് രാജസ്ഥാനാണ്. 1959 രാജസ്ഥാനാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. മനുഷ്യ ശരീരത്തിൽ മധുരവും ഉപ്പും തിരിച്ചറിയുവാൻ സഹായിക്കുന്ന നാവിലെ മുകുളങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? നാവിൻ്റെ മുൻഭാഗത്താണ്. നാവിൻ്റെ മുൻഭാഗത്ത്. മനുഷ്യ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്?
ആഗ്നേയഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 2023 ജൂലൈ 14. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇന്ത്യയുടെ സൗരദൗത്യം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഇന്ത്യയുടെ സൗരദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നിലവിൽ വന്നത് കൊച്ചിയിലാണ്. സൈബർ സുരക്ഷാ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം. സൈബർ സുരക്ഷാ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2000. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. അടുത്ത ചോദ്യം, ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാം? ആധുനിക കവിത്രയങ്ങൾ: കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ. ISRO രൂപീകൃതമായ വർഷം. 1969 1969. ആപേക്ഷികത സിദ്ധാന്തം അവതരിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കോറൽ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന തത്വം സുപ്രീം കോടതി ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസാണ്. 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന തത്വം സുപ്രീം കോടതി ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്. സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 14. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണ്? നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നുമാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി 42ാം ഭേദഗതി. 1976 42ാം ഭേദഗതി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം. ഉൾപ്പെടുത്തിയത് 1976. മിഴാവ് എന്ന വാദ്യം ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന കേരളീയ കലാരൂപം ഏത്? മിഴാവ്. കൂടിയാട്ടമാണ്. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? രാജ്യസമാചാരം. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? വൈന്തലയാണ്. തൃശ്ശൂർ ജില്ലയിലെ വൈന്തല. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം. പാസാക്കിയത് 2005. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 7ാം പട്ടികയാണ്. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുള്ളത് ഒരു തവണ മാത്രമാണ്, 42ാം ഭേദഗതി പ്രകാരം. UPIയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നാണ്. UPI. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം, മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണ്? നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കിന്റെ രചയിതാവ്. അരുന്ധതി റോയ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി ഏതാ? വിഴിഞ്ഞം. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാളി ഏതാണ്? ഏറ്റവും ഉയരത്തിലുള്ളത് എക്സോസ്ഫിയർ ആണ്.
പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേർന്ന പർവ്വതനിര. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേർന്ന പർവ്വതനിരയാണ് നീലഗിരി പർവ്വതനിരകൾ. നീലഗിരി പർവ്വതനിരകൾ. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം. ജീവകം ഡി മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലാസിയ എന്നത്. ഓസ്റ്റിയോമലാസിയ. ജീവകം B3യുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. ജീവകം B3. പെല്ലഗ്ര. പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത രോഗമാണ്? ജീവകം B3. നേത്രഗോളത്തിന്റെ ഏകദേശ ഭാരം 7 ഗ്രാം ആണ്. 7 ഗ്രാം. മൗലികാവകാശമായി വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏത്? അനുച്ഛേദം 21A ആണ്. മൗലികാവകാശമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം 21A. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം 226. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് RC ശങ്കരൻ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് RC ശങ്കരൻ. അമരാവതി സമ്മേളനത്തിലാണ് സർ C ശങ്കരൻ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്. അമരാവതി സമ്മേളനം. മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്ന്? മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ഏത്? അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ദാമോദർ വാലി പദ്ധതിയാണ്. ദാമോദർ വാലി. സ്വർണം ലയിക്കുന്ന ലായനി ഏത്? സ്വർണം ലയിക്കുന്നത് അക്വാ റീജിയയിലാണ്. അക്വാ റീജിയ. ബോംബെ ക്രോണിക്കൽ പത്രത്തിന്റെ സ്ഥാപകൻ? ബോംബെ ക്രോണിക്കൽ ഫിറോസ് ഷാ മേത്തയാണ്. ഫിറോസ് ഷാ മേത്ത. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കരിമുണ്ട കുരുമുളകാണ്. അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിനമായി ആചരിക്കുന്നത് എന്ന്? യോഗാ ദിനം ജൂൺ 21 ജൂൺ 21. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? അഞ്ചുതെങ്ങ് 1697 1697. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റബ്ബർ പാർക്ക് ഐരാപുരമാണ്. എറണാകുളം ജില്ലയിലെ ഐരാപുരം. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 104 ഭേദഗതിയാണ്. 2019 104 ഭേദഗതി. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 മലപ്പുറത്താണ് ഉദ്ഘാടനം ചെയ്തത്. 1998. അറ്റോമിക് നമ്പർ 1 ആയ മൂലകം ഏത്? അറ്റോമിക് നമ്പർ 1 ആയ മൂലകമാണ് ഹൈഡ്രജൻ. ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ തത്വം? ഒപ്റ്റിക്കൽ ഫൈബർ പൂർണ്ണാന്തരിക പ്രതിഫലനം. PT ഉഷയുടെ ആത്മകഥയുടെ പേര്? PT ഉഷയുടെ ആത്മകഥയാണ് ഗോൾഡൻ ഗേൾ. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്? മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് വലനം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം? ബോംഡില ചുരമാണ്. അരുണാചൽ പ്രദേശിനെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബോംഡില ചുരം. കേംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കേംബുൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് കബനിയാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്? 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം? 1865 1865. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിരുന്നത് HC മുഖർജി. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം? ഉത്തരമഹാസമതലം. ഫൂലൻ ദേവിയെക്കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത്? മാലാസൻ. ഫൂലൻ ദേവിയെക്കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് മാലാസൻ. PK കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PK കാളൻ ഗദ്ദിക കലാകാരനാണ്. ഗദ്ദിക. കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി? കബനി നദിയാണ് കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി.
അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 23. സിറോഫ് താൽമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? സിറോഫ് താൽമിയ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചതാണ്. ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം 1978-ലാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് 1978. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. ജോലി ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ്. ജോലി ചെയ്താൽ കൂലി കിട്ടണം, വൈകുണ്ഠ സ്വാമികൾ. പയോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷ. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1965. 1965. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്? കരിഞ്ചന്ത VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തി മലയാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ടേബിൾ ലാൻഡ് എന്നും അറിയപ്പെടുന്ന ഭൂരൂപം, ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്നത് പീഠഭൂമിയാണ്. പീഠഭൂമി. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏതാണ്? പീക്ക് 15 എവറസ്റ്റ്. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം പുനർഹിമായാനമാണ്. പുനർഹിമായാനം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഓറിയോൺ. പശ്ചിമഘട്ടത്തിൽ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാൾ. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാമ്പേട്ടി. മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ നിർണായക യുദ്ധം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം. പരാജയപ്പെട്ട വിദേശ ശക്തി ഡച്ചുകാർ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ ആകെ എണ്ണം എത്രയാണ്? ആകെ 44 നദികൾ. 44 നദികൾ ആകെ. 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ ശാസ്ത്രീയ നൃത്തരൂപമാണ്? ഭരതനാട്യം തമിഴ്നാട്ടിലെ ശാസ്ത്രീയ നൃത്തരൂപമാണ്. ഏത് വർഷമാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്? 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1950 മാർച്ച് 15. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ. ഉഷ്ണമേഖലാ രേഖ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഏതൊക്കെയാണ്? മിസോറാം, ത്രിപുര, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ഉഷ്ണമേഖലാ രേഖ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വത നിര ഏതാണ്? ഹിമാലയമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവ. ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണമാകുന്നത്? വിറ്റാമിൻ എ. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഇരുമ്പിന് തുരുമ്പെടുക്കുന്നത് ഏതു തരം മാറ്റത്തിന് ഉദാഹരണമാണ്? ഇരുമ്പ് തുരുമ്പാകുന്നത് ഏതു തരം മാറ്റത്തിന് ഉദാഹരണമാണ്? രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലാൻഡറിന് നൽകിയ പേര്? വിക്രം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലാൻഡറിന് നൽകിയ പേരാണ് വിക്രം. കടുവ ആണ് ഇന്ത്യയുടെ ദേശീയ മൃഗമെങ്കിൽ ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം? കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. ദേശീയ കായിക ദിനം ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ആചരിക്കുന്നത്? ധ്യാൻചന്ദ്. ധ്യാൻചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്.
കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. AK ഗോപാലൻ്റെ പട്ടിണി ജാഥയിൽ പങ്കെടുത്ത അനുയായികൾ എത്രയാണ്? 32. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം പകർന്ന സാമൂഹിക പരിഷ്കർത്താവ്. ചാന്നാർ ലഹള വൈകുണ്ഠ സ്വാമികൾ. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കോനേലി. ഗോയിറ്ററിൻ്റെ മറ്റൊരു പേര് ഗ്രേവ്സ് രോഗം. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? മിനിറ്റിൽ 130 തവണ. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. എലിപ്പനി പരത്തുന്ന ബാക്ടീരിയ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എലിപ്പനി പരത്തുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. എയ്ഡ്സിന് കാരണമാകുന്ന സൂക്ഷ്മാണു ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അരിമ്പാറയുണ്ടാക്കുന്ന വൈറസ്. അരിമ്പാറയുണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. പ്രകൃതിയാലുള്ള കാന്തമാണ് ലോഡ്സ്റ്റോൺ. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം? ഏഷ്യയിൽ ഇന്തോനേഷ്യ. ലിബുലേഖ് ചുരം ഏത് സംസ്ഥാനത്താണ്? ലിബുലേഖ് ഉത്തരാഖണ്ഡിലാണ്. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് ഷൊർണൂറാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമായി സ്വീകരിച്ച സംഘടന യോഗക്ഷേമ സഭ. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹം? അകക്കാമ്പിൽ ഇരുമ്പ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഇന്ദിരാക്കോൾ. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം? തൊണ്ടമുള്ള ഡിഫ്തീരിയ. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം GV രാജ പുരസ്കാരം, ഗോദവർമ്മ രാജ പുരസ്കാരം. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ. 2011 നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി C. അച്യുതമേനോൻ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP കണക്കാക്കുന്നത് ഏത് വാതകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാർബൺ ഡയോക്സൈഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാടകം വന സത്യാഗ്രഹം നടന്ന ജില്ല കാസർഗോഡ്. ഏത് സംവിധാനത്തിൻ്റെ ആപ്തവാക്യമാണ് സുരക്ഷായനം? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായനം. അമിതഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് 1993 ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ്? യശ്പാൽ കമ്മിറ്റി. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത്? കല്ലറ പാങ്ങോട് സമരം. 1938 കല്ലറ പാങ്ങോട് സമരം. GST ഏത് തരം നികുതിയാണ്? GST പരോക്ഷ നികുതിയാണ്. ബയോൺ M എന്ന ബയോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം? ബയോൺ M റഷ്യ. ബംഗാളിലെ തേഭാഗ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘടന? തേഭാഗ പ്രക്ഷോഭം കിസാൻ സഭ. വില്യം ഹെൻറിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം കൂർഗ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് കുമാരഗുരുദേവനാണ്. എവിടെ നിന്ന് എവിടേക്കാണ്? മാരൻകുളത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക്. കുമാരഗുരുദേവൻ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം എവിടെയാണ്? അനാസക്തി ആശ്രമം ഉത്തരാഖണ്ഡിലെ കൗസാനിയിലാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഹൈഡ്രജൻ. കേരളം ഉൾപ്പെടെ ഉള്ള പുതിയ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് ഇടയാക്കിയ ഭരണഘടനാ ഭേദഗതി? 7ാം ഭേദഗതിയാണ്. 1956 7ാം ഭേദഗതി. ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം മുരിക്കുംപുഴ ക്ഷേത്രമാണ്. ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏതാണ്? മുരിക്കുംപുഴ ക്ഷേത്രം. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമടങ്ങുന്ന ഭരണഘടനാ അനുച്ഛേദം 32 അനുച്ഛേദം 32. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്.
ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേഷണത്തിൻ്റെ ആസ്ഥാനം ഗോവയാണ്. നാഷണൽ സെൻറ്റർ ഫോർ പോളർ ആൻഡ് ഓഷ്യൻ റിസർച്ച്, NCPOR, ഗോവ. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി ഏത് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നു? കേരള ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നു. എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്? 3. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം അമോണിയ. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ആന്റണി വാൻ ലീവൻഹോക്ക്. ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹാലനോബിസ്. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം GST കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് 279A വകുപ്പ് പ്രകാരം. നർമ്മദ നദിയിലെ വിവിധോദ്ദേശ അണക്കെട്ടായ നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ രൂപം കൊണ്ട സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളൻ. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ 1983 നിലവിൽ വന്ന പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം. ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം സിൽവർ അയോഡൈഡ്. കേരളത്തിന്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലാണ് ജാതിഭേദം മതദേശമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത്? ജാതി നിർണയത്തിലാണ്. ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട്ടയ്യ. ചൊവ്വയിൽ നിന്നും പേഴ്സിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ച രാജ്യം? ചൊവ്വയിലേക്ക് പേഴ്സിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ചത് USA ആണ്. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? താപധാരിത. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കുവാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. ജന്തു ശരീരം കോശങ്ങളിൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡാർ ഷോൺ. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളത്താണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ്? CK ലക്ഷ്മൺ. മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സിങ്കോണയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്